ഫിറ്റിംഗ് ഇൻ സ്ട്രേറ്റ് ലൈൻ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. അപ്പോൾ നമുക്കിവിടെ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് കോൺസ്റ്റൻറ്റിൻ്റെയാണ് വാല്യൂസ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് നോർമൽ ഇക്വേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ആദ്യം സിഗ്മ കാണാം. സിഗ്മ y സിഗ്മ a പ്ലസ് സിഗ്മ ബി എക്സ് ഇങ്ങനെ കിട്ടും. ഇവിടെ സിഗ്മ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അത്ര പ്രാവശ്യം എ ആഡ് ചെയ്യുക. അപ്പോൾ n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ സിഗ്മ എൻ എ. ഇവിടെ സിഗ്മ y എൻ എ പ്ലസ് ഇവിടെ നിന്ന് ബി ഔട്ട് സൈഡ് എടുക്കുക സിഗ്മ എക്സ്. ഇനി ഒരു ഇക്വേഷൻ കൂടി വേണം, കാരണം രണ്ട് കോൺസ്റ്റൻറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കുക, എക്സ് കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ കിട്ടും. ഇതിനെ സിഗ്മ ആണ് എടുക്കുക. സിഗ്മ എടുക്കുമ്പോൾ സിഗ്മ എക്സ് വൈ സിഗ്മ എ എക്സ് വരും, സിഗ്മ ബി എക്സ് സ്ക്വയർ വരും. ഇവിടെ നിന്ന് എയും ബിയും ഔട്ട് സൈഡ് എടുക്കുക. ഇത് രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ഗിവൺ വാല്യൂസ് വെച്ചിട്ട് സിഗ്മ വൈ സിഗ്മ എക്സ് വൈ സിഗ്മ എക്സ് സ്ക്വയർ എല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി y ഈക്വൽ ടു എ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നിട്ടുള്ളതിൻ്റെ സിഗ്മ കാണാം. സിഗ്മ വൈ സിഗ്മ എ സിഗ്മ പ്ലസ് സിഗ്മ ബി എ സ്ക്വയർ വരും. സിഗ്മ എ എന്ന് പറഞ്ഞാൽ എൻ എ ആണ്, ബി ഔട്ട് സൈഡൊക്കെ ഇത് കിട്ടും. ഇനി നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ വേരിയബിളും കൊണ്ടാണ്. എക്സ് സ്ക്വയറും കൊണ്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ എക്സ് സ്ക്വയറും കൊണ്ടാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് സിഗ്മ ഇവിടെ എക്സ് സ്ക്വയർ വൈ കിട്ടും. എ എക്സ് സ്ക്വയർ വരും, ബി എക്സ് സ്ക്വയർ വരുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 4 വരും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വൈ എ എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 വരും. ഇതിൻ്റെ എ ഔട്ട് സൈഡ് എടുക്കുക, ബി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ വന്നത് എക്സ് സ്ക്വയർ സിഗ്മ ഇവിടെയും എക്സ് സ്ക്വയർ വരും, ഇവിടെ എക്സ് റേസ് ടു 4 ആണ് വരിക. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തത് നോക്കുക. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ആണെങ്കിൽ ആദ്യം ഇതിന് സിഗ്മ കൊടുക്കുക. അപ്പോൾ സിഗ്മ എ സിഗ്മ ബി എക്സ് സിഗ്മ എ സ്ക്വയർ വരും. സിഗ്മ എ എന്ന് വെച്ചാൽ എൻ എ ആണ്. ഇവിടെ ബി ഔട്ട് സൈഡ് എടുക്കുക, സി ഔട്ട് സൈഡ് എടുക്കുക. ഇനി അടുത്തത് എക്സ്, അടുത്ത വേരിയബിൾ ഇതിലുള്ളത് എക്സ് അല്ലേ, എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് ക്യൂബ് വരും. സിഗ്മ ആണുമ്പോൾ സിഗ്മ എ എക്സ് പ്ലസ് സിഗ്മ ബി എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ സി എക്സ് ക്യൂബ് വരും. കോൺസ്റ്റൻ്റ് ഒക്കെ ഔട്ട്സ് എടുക്കുക. അത് അടുത്ത നോർമൽ ഇക്വേഷൻ വരും. ഇനി അടുത്ത വേരിയബിൾ ഏതാ, എക്സ് സ്ക്വയറും കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സിഗ്മ കാണാം. അപ്പോൾ അടുത്തതും കിട്ടും. ഇങ്ങനെ 3 ഇക്വേഷൻ വേണം. ഇവിടെ എന്താ 3 ഇക്വേഷൻ എടുക്കാൻ കാരണം, എ ബി സി ഇങ്ങനെ 3 കോൺസ്റ്റൻ്റ് ആണുള്ളത്. 3 കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 3 നോർമൽ ഇക്വേഷൻ വേണം. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ടു ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, 1 2 3 4 5 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നോർമൽ ഇക്വേഷൻ കാണാനായിട്ട് ഇതിനെ മൊത്തം സിഗ്മ കാണാം. അപ്പോൾ നമുക്കിവിടെ കിട്ടി, നേരത്തെ ചെയ്ത പോലെ എൻ എ കിട്ടി. പിന്നെ ഇവിടുത്തെ എക്സ് കൊണ്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് കൊണ്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ 2 നോർമൽ ഇക്വേഷൻ വന്നു. അപ്പോൾ നമ്മൾക്കിവിടെ സിഗ്മ വൈയും സിഗ്മ എക്സും വേണം. അത് ഇതിൽ നിന്ന് എക്സും വൈയും തന്നിട്ടില്ലേ, അത് ആഡ് ചെയ്ത സിഗ്മ എക്സും വൈയും കിട്ടും. പിന്നെ ഏതൊക്കെയാണ് വേണ്ടത്, സിഗ്മ എക്സ് വൈ വേണം, സിഗ്മ എക്സ് സ്ക്വയർ വേണം. സിഗ്മ അപ്പോൾ എക്സ് ഇൻറ്റു വൈ കാണാം, എക്സ് സ്ക്വയർ കാണാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതും കിട്ടും. പിന്നെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, 1 2 3 4 5 പോയിൻറ്റ്സ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വരും. ഇനി നേരെ ഇതെല്ലാം കണ്ടിട്ട് സിഗ്മ കണ്ടിട്ട് ഈ ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 2ൽ സിഗ്മ വൈയും എന്നും സിഗ്മ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്കിങ്ങനെ കിട്ടും. ഇവിടെയും സിഗ്മ എക്സ് വൈയും സിഗ്മ എക്സും സിഗ്മ എക്സ് സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ 4ഉം 5ഉം കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് എയും ബിയും കിട്ടും. അത് നേരെ ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.